ദുബായ് മെട്രോ ബ്ലൂ ലൈൻ പദ്ധതി 9/9/2029 പ്രവർത്തനം ആരംഭിക്കും. മിർദിഫ്, അൽവർക്ക, ഇന്റർനാഷണൽ സിറ്റി 1-2, സിലിക്കൺ ഒയാസിസ്, അക്കാഡമിക് സിറ്റി, റാസൽ കോർ ഇൻഡസ്ട്രിയൽ ഏരിയ, ക്രീക്ക് ഹാർബർ, ഫെസ്റ്റിവൽ സിറ്റി എന്നിവയാണ് ബ്ലൂ ലൈൻ കടന്നുപോകുന്ന 9 പ്രധാന മേഖലകൾ. പദ്ധതിയുടെ നിർമ്മാണത്തിനായി പ്രമുഖ തുർക്കി കമ്പനിയായ മാപ്പ, ചൈനീസ് കമ്പനികളായ ലിമാക്, CRRC എന്നിവയ്ക്കാണ് കരാർ നൽകിയത്. 2050 കോടി ദിർഹമിന്റെ കരാറാണ് ഇതിനായി ഈ 3 കമ്പനികൾക്കുമായി നൽകിയിട്ടുള്ളത്. 9/9/2009 രാത്രി 9 മണിക്ക് കൃത്യം 9-ാം മിനിറ്റിലെ 9-ാം സെക്കൻഡിലാണ് ദുബായ് മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ 20-ാം വാർഷികത്തിന്റെ സമ്മാനമാണ് ബ്ലൂ ലൈൻ എന്ന് RTA വൃത്തങ്ങൾ അറിയിച്ചു. ദുബൈയിൽ ഇനി മിനി ബസ്സുകളും ഷെയറിംഗ് ടാക്സികളായി ഓടും. കാറുകൾക്ക് പിന്നാലെ മിനി ബസ്സുകളും വാടകയ്ക്ക് വിളിക്കാനുള്ള സംവിധാനമാണ് RTA ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ദേരയിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത്. ദേരയിൽ നിന്ന് ബിസിനസ് ബേ, ദുബായ് മാൾ, മിർദിഫ്, ഫെസ്റ്റിവൽ സിറ്റി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. സിറ്റിലിംഗ്, ഷട്ടിൽ, ഡ്രൈവൺ ബസ്, ഫ്ലക്സ് ഡെയിലി എന്നീ 3 കമ്പനികൾക്കാണ് ഇതിനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. 13 മുതൽ 30 യാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാവുന്ന മിനി ബസ്സുകളാണ് സർവീസിന് ഒരുങ്ങുന്നത്. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്കിംഗ്. സ്വർണ്ണവില കുറയുന്നു, വിപണിയിൽ തിരക്കേറുന്നു. ഈ മാസം 11 മുതൽ തുടർച്ചയായി സ്വർണ്ണവില ഇടിയുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. ഔൺസിന് $100 അധികമാണ് വില ഇടിഞ്ഞത്. ഇന്ന് സ്വർണത്തിന് ഔൺസിന് $35 കുറഞ്ഞ് $2610 എത്തി. UAE മാർക്കറ്റിൽ ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാമിന് 292 ദിർഹം 50 ഫിൽസാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ നിഗമനം. പുതുവത്സരാഘോഷത്തിനൊരുങ്ങി UAE. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗങ്ങൾ. ബുർജ് ഖലീഫയിലെ കരിമരുന്ന് പ്രയോഗങ്ങൾ നേരിട്ട് കാണുന്നതിന് തൊട്ടടുത്ത ഹോട്ടലുകളിൽ വൻ തുകയാണ് ഈടാക്കുന്നത്. പല ഹോട്ടലുകളിലും ബുർജ് ഖലീഫയിലെ കരിമരുന്ന് പ്രയോഗങ്ങൾ നേരിട്ട് കണ്ട് ഡിന്നർ ആസ്വദിക്കുന്നതിന് സീറ്റിന് 5000 ദിർഹം വരെ ചാർജ് ഈടാക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിൽ കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മാലോട്ട് പുന്നക്കൽ പുതിയപുരയിൽ ജനാർദ്ദനൻ ആണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. കഴിഞ്ഞ 33 വർഷമായി ഹോത്ത ബാനി തമീമിൽ മിനി ലോറി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. മനുഷ്യ സൗഹാർദ്ദ ആഹ്വാനവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാനവ സഞ്ചാരയാത്ര നടത്തിയ SYS സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് ഷാർജയിലെ പൗരാവലി നൽകുന്ന സ്വീകരണവും UAEയുടെ 53-ാം ദേശീയ ദിനാഘോഷ പരിപാടിയും ഷാർജയിൽ നാളെ വൈകുന്നേരം 6:30 പാകിസ്ഥാൻ സോഷ്യൽ സെന്റർ ഹാളിൽ നടക്കും. ഇതിനായി ചേർന്ന സ്വാഗത സംഘം യോഗത്തിൽ ചീഫ് കോർഡിനേറ്ററായി KM അബ്ദുമനാഫിനെയും കോർഡിനേറ്റർമാരായി അഷ്റഫ് ഹാജി, നൌഷാദ് ഹാജി എന്നിവരെയും തെരഞ്ഞെടുത്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറയാണ് സ്വാഗത സംഘം ചെയർമാൻ. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി UAEയിലെത്തിയ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ പൗരപ്രമുഖർക്ക് വാപ്പ UAE അസോസിയേഷൻ സ്വീകരണം നൽകി. പൗരപ്രമുഖർ ഗൃഹാതുര സ്മരണകളും പ്രവാസാനുഭവങ്ങളും പങ്കുവച്ചു. ഹ്രസ്വ സന്ദർശനത്തിനെത്തിയവർക്ക് ദുബായിലൂടെയുള്ള കടൽ സഞ്ചാരം നവ്യാനുഭവമായി. വരുന്ന ശനിയാഴ്ച മുതൽ ചാനൽ 5+ തൊഴിൽ വാർത്ത കൂടി ഉൾപ്പെടുത്തുകയാണ്. ഇനിയുള്ള എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് മിഡിൽ ഈസ്റ്റ് വാർത്തകൾക്ക് പകരം തൊഴിൽ വാർത്തയായിരിക്കും ഞങ്ങൾ നൽകുന്നത്. തൊഴിൽ തേടുന്നവർക്കും തൊഴിലാളികളെ തേടുന്നവർക്കും ഇതിൽ തികച്ചും സൗജന്യമായി അറിയിപ്പ് നൽകാവുന്നതാണ്. UAEയിൽ ഉള്ളവർക്ക് 058 63288844, ഇന്ത്യയിലുള്ളവർക്ക് 8589888844 എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ വിവരം അറിയിക്കാവുന്നതാണ്.